ഹായ് ഓൾ. ലോമിനൻ ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ ആൻസറും എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഓൾ കേരള മോക്കിൻ്റെ ഒരു റിമൈൻഡർ ഞാൻ തരികയാണ്. 29th മെയിനാണ്, ഈവനിങ് 7 മണിക്കാണ് നമ്മുടെ മോക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും രജിസ്റ്റർ ചെയ്യുക. ലിങ്ക് കൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദണ്ഡി മാർച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ യെസ്, ദണ്ഡി മാർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദണ്ഡി മാർച്ച് ഇസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ സി സോൾ സത്യാഗ്രഹമാണ്. 1930 1930 നടന്നിട്ടുള്ള സോൾ സത്യാഗ്രഹക്കാണ് ദണ്ഡി മാർച്ച് എന്നുകൂടെ പേരുള്ളത്. ഓപ്ഷൻ ബി റിവോൾട്ട് ഓഫ് 1942 എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ കാണുന്ന ലോങ് മാർച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, എന്നാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ഒന്നാണ്. അതെന്താണ്, ഏത് രാജ്യത്താണ് നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കി വെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി മൂൺ ആണ്. അതിൽ കാണുന്ന ഓപ്ഷൻ എ അഗ്നി ഇന്ത്യയുടെ മിസൈലാണ്. അഗ്നി 1, 2, 3, 4 എന്ന് പറഞ്ഞ ഒരുപാട് മിസൈൽസ് ഉണ്ട്. ഓപ്ഷൻ ബി ചന്ദ്രയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലൂണാർ മിഷനാണ്. ഓപ്ഷൻ സി വീനസ് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ്. നമ്മൾ സോളാർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ പ്ലാനറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സുപ്രീം കമാൻഡർ ഓഫ് ദി ഇന്ത്യൻ ആംഡ് ഫോഴ്സ്. ഇതും സ്ഥിരമായിട്ട് ലീഗലിലും അല്ലെങ്കിൽ GK ആയിട്ട് മാറി മാറി കണ്ടുകൊണ്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ ആരാണെന്നുള്ളത്. ഓപ്ഷൻ എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദ്രൗപദി മുർമു ആണ്. പ്രൈം മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ സി ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ്. ഓപ്ഷൻ ഡി ആർമി ചീഫ്. ആർമി ചീഫ് ആരാണെന്ന് അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫൗണ്ടർ ഓഫ് ദി മുഗൾ എംപയർ ഇൻ ഇന്ത്യ വാസ്. ഇന്ത്യയിലെ മുഗൾ എംപയറിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആദ്യത്തെ മുഗൾ എംപയർ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് മുഗൾ എംപയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്, നോക്കി വെക്കണം. ഓപ്ഷൻ ഡി ബാബർ ആണ്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഹൂസ് ദി ലാസ്റ്റ് പവർഫുൾ മുഗൾ എംപയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഔറംഗസേബ് ആണ്. ഹൂസ് ദി ലാസ്റ്റ് മുഗൾ എംപയർ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബഹദൂർ ഷാ ജഫർ ആണ് എന്നുള്ളത് കൂടെ നോട്ട് ചെയ്ത് വെക്കണം, കൺഫ്യൂസ്ഡ് ആവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് നോമിനേറ്റഡ് രാജ്യസഭ മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ ഇസ്. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 12 ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ടു പാർലമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു പാർലമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ മുൻപ് ഉണ്ടാവാറുണ്ടായിരുന്നു. അതും ആൻസർ വരുന്നത് 12 തന്നെയാണ്. മുൻപാണെങ്കിൽ ലോക്സഭയിലേക്ക് 2 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. 2019 104ാമത് അമെൻമെന്റോട് കൂടി അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ രാജ്യസഭയിലേക്ക് 12 ആളുകളെ മാത്രമേ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്സഭയിലേക്കുള്ള നോമിനേഷൻ, ആംഗ്ലോ ഇന്ത്യൻസിന്റെ നോമിനേഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഇസ് ദി മലയാളം യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്. മലയാളം യൂണിവേഴ്സിറ്റി എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി മലപ്പുറം, തുഞ്ചംപറമ്പ്, തിരൂരിലാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി ബ്ലഡ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ദി യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. O ഗ്രൂപ്പ് ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണെന്നുള്ള, ഗ്രൂപ്പ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. AB ഗ്രൂപ്പ് ആണ് കേട്ടോ. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്പീച്ച് ടൈറ്റിൽ ഐ ഹാവ് എ ഡ്രീം വാസ് ഡെലിവേർഡ് ബൈ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വീണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂത്തർ കിങ്ങിന്റെയാണ്. അതിലെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. ജോർജ് വാഷിംഗ്ടൺ, അബ്രഹാം ലിങ്കൺ, ബറാക് ഒബാമ, എല്ലാവരും തന്നെ US-ന്റെ ഫോമർ പ്രസിഡൻസ് ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. മാർട്ടിൻ ലൂതർ കിങ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് ഷോൾ ബി എക്സ്പ്രസ് ടു ബി ടേക്കൺ ഇൻ ദി നെയിം ഓഫ്. ഒരു സ്റ്റേറ്റിന്റെ ഹെഡ്, അങ്ങനെയും ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞെടുക്കാം. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗവർണർ ആണ്. അതിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നുള്ളത്. പലരും ഇപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ആൻസറിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകം നോട്ട് ചെയ്യണം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഈ അടുത്തായിട്ടാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ആസിഡ് ഇൻ ടൊമാറ്റോ.
തക്കാളിയിൽ കാണുന്ന ആസിഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. 4 വരും. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഓപ്ഷൻ ബി ഓക്സാലിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡും ലാക്റ്റിക് ആസിഡും സിട്രിക് ആസിഡും എല്ലാം തന്നെ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ പ്രിഡോമിനന്റ്ലി കാണുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വൈറ്റമിൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ബ്ലഡിൽ തന്നെ ഉള്ളതാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇതിൽ വൈറ്റമിൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ബി വൈറ്റമിൻ കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഗവർണർ ജനറൽ ഹൂ ഈസ് നോൺ ആസ് ദി ലിബറേറ്റർ ഓഫ് പ്രസ്? ഹിസ്റ്ററി തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻ. ഗവർണർ ജനറൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ തുടങ്ങിയ ടോപ്പിക്സ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇത് കുറച്ചും കൂടെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബറേറ്റർ ഓഫ് പ്രസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ചാൾസ് മെറ്റ്കാൾഫെ ആണ്. ഇതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട കാര്യം ലോർഡ് ഡൽഹൌസി, ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ, ടെലിഗ്രാഫ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. വില്യം ബെന്റിക് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ലോർഡ് ഹാസ്റ്റിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാരൻ ഹാസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് ആദ്യത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ? മോഡേൺ ട്രാവൻകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നടത്തിയിട്ടുള്ള ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെയാണ് മാഗ്ന കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് അറിയപ്പെടുന്നത്. വാഗൻ ട്രാജഡി ഒക്കേർഡ് ഇൻ? വാഗൻ ട്രാജഡി ഏത് വർഷമാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി 1921 ആണ്. മലബാർ കലാപവും അല്ലെങ്കിൽ മലബാർ റിബലിയനുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ഈ വാഗൻ ട്രാജഡി എന്ന് പറയുന്നത്. ദി സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് താഴെ കാണുന്ന പോയിന്റിന്റെ പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഇന്ദിര പോയിന്റ് ആണ്. അങ്ങനെ ഇന്ത്യക്ക് ടോട്ടൽ 4 പോയിന്റ് ഉണ്ട്. ഇന്ദിര കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേറെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തിന് 4 പോയിന്റ്സ് വരുന്നുണ്ട്. ആ 4 പോയിന്റ്സ് എന്താണെന്നുള്ളത് നോക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുക. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മുൻപത്തെ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഡ്യൂറൻ കപ്പ് ഇസ് അസോസിയേറ്റഡ് വിത്ത്? ഡ്യൂറൻ കപ്പ് സ്പോർട്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫുട്ബോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സാർക്ക് ഇസ് ഇൻ? ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ്സ് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന ക്യുസാറ്റിലടക്കം ചോദ്യം വന്നിട്ടുള്ള ഒന്നാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നത്. സാർക്കിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കാഠ്മണ്ഡു ആണ്, നേപ്പാളിൽ. അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥലമാണ് ധാക്ക എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ മാറിപ്പോയി എന്നുള്ള ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ സമയത്ത്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യക്ഷഗാന ഇസ് എ പോപ്പുലർ ഡാൻസ് ഫോം ഓഫ്? ഇത്തരത്തിലുള്ള ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കർണാടകയാണ്. കേരളത്തിൻ്റെ ഏതൊക്കെയാണെന്ന് അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഹു among the following presided over the first meeting of the Constituent Assembly? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് പ്രിസൈഡ് ഓവർ ചെയ്ത ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹയാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദിലേക്ക് പോവുക. ഫസ്റ്റ് മീറ്റിംഗ് ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ടിരുന്ന സച്ചിദാനന്ദ സിൻഹയാണ് പ്രിസൈഡ് ഓവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ പെർമനന്റ് പ്രസിഡന്റ് ആണ് രാജേന്ദ്ര സിൻഹ. ഇദ്ദേഹം ടെമ്പററി പ്രസിഡന്റ് ആണ്, മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്ലാനറ്റ് ഓഫ് ദി സോളാർ സിസ്റ്റം ഇസ് നോൺ ആസ് ദി റോളിംഗ് പ്ലാനറ്റ്? റോളിംഗ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്, ഇതും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ യുറാനസ് ആണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു റിമൈൻഡർ കൂടെ തരികയാണ്. നമ്മുടെ ഓൾ കേരള മോക്കാണ്. 29th May 7 PM ആണ്. ഡേറ്റും സമയവും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ആ സമയത്ത് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ QR കോഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള ഹിസ്റ്ററി, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. മുഴുവൻ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.